പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് കഴിഞ്ഞ ദിവസം തുടക്കമായിരുന്നു. അതിന്നും തുടരുന്ന സാഹചര്യമാണ്. നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. മണിപ്പൂർ സംഘർഷം, അദാനി വിഷയം തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കും. ഒപ്പം കേരളവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കേന്ദ്ര സഹായവും ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കാൻ തന്നെയാണ് കേരളത്തിലുള്ള എംപിമാരുടെ തീരുമാനം. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പാർലമെന്റിനെ സംഘർഷഭരിതമാക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വഖഫ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ തന്നെയും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളാണ്. അനുഷ ഭരതനുണ്ട്. അനുഷ, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ പാർലമെന്റ് ചർച്ചയ്ക്കെടുക്കുന്ന ദിവസം, അല്ലെങ്കിൽ ഈ വരുന്ന ശീതകാല സമ്മേളനം അത്രമാത്രം ഒരു തണുപ്പൻ മട്ടിലായിരിക്കില്ല, ശീതകാല സമ്മേളനത്തിന് തീ പിടിച്ചേക്കും എന്നുള്ള ഒരു തോന്നൽ പോലും തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നമ്മുടെ കൺമുന്നിലുള്ളത്. എങ്ങനെയാണ്, ഏതെല്ലാം വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വരിക? പാർലമെന്റ് സമ്മേളനം തിങ്കളാഴ്ച ആരംഭിച്ചു. അന്ന് ഇരു സഭകളും ചേർന്നെങ്കിലും മറ്റ് വിരമിച്ച അല്ലെങ്കിൽ മരിച്ചുപോയ അംഗങ്ങൾക്കെല്ലാം ആദരാഞ്ജലികളെല്ലാം അർപ്പിച്ച് സാധാരണ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് സഭ പിരിഞ്ഞത്. അന്ന് തന്നെ ഈ സഭ പിരിയുന്ന ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ അദാനി വിഷയം വീണ്ടും സഭയിൽ ഉന്നയിച്ചിരുന്നു. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം, കഴിഞ്ഞ മുൻകാലങ്ങളിൽ സഭ ചേർന്ന സമയത്തെല്ലാം ഈ അദാനി വിഷയമായിരുന്നു ഏറ്റവും കൂടുതൽ ഇരു സഭകളിലെയും, പാർലമെന്റിന്റെ ഇരു സഭകളെയും പ്രക്ഷുബ്ധത്തിലാക്കിയത്. അതേ വിഷയം ഇത്തവണയും അദാനിയുടെ പുതിയൊരു വിഷയം ഉണ്ടായിരിക്കുന്നു. അദാനിക്കെതിരെ അമേരിക്കയിൽ ഒരു കേസുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. എന്നാൽ അന്ന് സഭയുടെ സ്വാഭാവിക ക്രമങ്ങൾ പൂർത്തിയാക്കി സഭ അവസാനിച്ചു, സഭ പിരിഞ്ഞു. ഇന്നലെ ഭരണഘടനാ ദിനമായിരുന്നു. ഇന്നലെ ഭരണഘടനാ ദിനത്തിൽ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ ഇരു സഭകളും ചേർന്നിരുന്നു. അതിനുശേഷം ഈ വലിയ രീതിയിൽ ഇന്നലെ ഓം ബിർള പറഞ്ഞത് സഭയിൽ ക്രിയാത്മകമായ ചർച്ചകൾക്ക് അനുവദിക്കണം, പ്രതിപക്ഷം ഇത്തരത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നായിരുന്നു പറഞ്ഞത്. ഇതിന് പിന്തുടർച്ചയായാണ് എബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹിയിലെ തണുപ്പൊന്നും തന്നെ പാർലമെന്റിൽ ഉണ്ടാകില്ല എന്ന് വേണം കരുതാൻ. അതിൽ ഏറ്റവും കൂടുതൽ പ്രക്ഷുബ്ധമാകാൻ ഇന്ന് സഭയിൽ ഉന്നയിക്കാൻ പോകുന്ന വിഷയങ്ങൾ, പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന വിഷയം ഒന്ന് അദാനിയുടെ വിഷയം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ BJP അധികാരത്തിലെത്തിയതിനു ശേഷം ഏറ്റവും കൂടുതൽ സഭ പ്രക്ഷുബ്ധമായ ഒരു വിഷയം ഗൗതം അദാനിയുടെ പേരിലാണ്. ഇന്ന് സഭയിൽ ഗൗതം അദാനിക്കെതിരെ US-ലെടുത്ത കേസ് ചർച്ചയാകും. അതോടൊപ്പം തന്നെ മണിപ്പൂർ കലാപം, ഒരു വർഷത്തിലേറെയായി മണിപ്പൂരിൽ തുടരുന്ന സംഘർഷം, കലാപം, ഇതിലൊരു തീരുമാനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ മണിപ്പൂരിൽ ഉണ്ടായിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നും ഈ കലാപമില്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് കാണിച്ച ഒരു വലിയ വിഷയം പ്രതിപക്ഷം ഉന്നയിക്കും. ഇതും സഭയിൽ ഉന്നയിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് പ്രതിപക്ഷം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ കേരളത്തിലുണ്ടായ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ. ഇതിൽ അർഹിക്കുന്ന കേന്ദ്ര സഹായം ലഭിച്ചില്ല, വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചില്ല തുടങ്ങിയ ആവശ്യങ്ങളുണ്ട്. ഈ ഒരു വിഷയം ഉന്നയിക്കാൻ കേരള എംപിമാർ ഇന്ന് അടിയന്തര പ്രമേയം അടക്കം നൽകിയേക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇത് ഒരു വലിയ വിഷയമായി തന്നെ ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ ഇന്ന് പ്രധാനമായും 2 ബില്ലുകൾ, ഏകദേശം ശീതകാല സമ്മേളനത്തിൽ 16ഓളം ബില്ലുകളാണ് പരിഗണിക്കുക എന്ന് അറിയിച്ചിരുന്നു. ഇതിൽ 2 ബില്ലുകൾ, ഒന്ന് ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ധനകാര്യമന്ത്രിയും മറ്റൊന്ന് റെയിൽവേ ഭേദഗതി ബിൽ റെയിൽവേ മന്ത്രി അശ്വിനി കുമാർ വൈഷ്ണവും അവതരിപ്പിക്കും. ഇതിനു പുറമെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി ഇന്ന് പാർലമെന്റിനോട് ചുറ്റപ്പറ്റിയും നടക്കാൻ പോകുന്നത്. അതൊന്ന് വഖഫ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇന്ന് വഖഫ് ഭേദഗതി ബില്ലിൽ സംയുക്ത പാർലമെന്ററി കാര്യ സമിതിയുടെ യോഗം ചേരുന്നുണ്ട്. വഖഫ് ഭേദഗതി ബില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1995-ലെ വഖഫ് ബില്ല്, അതിൽ ഈ വഖഫിന്റെ മറ്റ് കാര്യങ്ങൾ, പ്രധാനമായും വഖഫ് സ്വത്തുക്കൾ നിയന്ത്രിക്കുന്നതിലും കൈകാര്യം ചെയ്യുന്നതിലും ഒരു ഭേദഗതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് 2024-ൽ വഖഫ് ഭേദഗതി ബില്ലിന് പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും അംഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ നേതൃത്വത്തിൽ അദ്ദേഹം ഒരു സമിതി, സംയുക്ത പാർലമെന്ററി സമിതിയെ രൂപപ്പെടുത്തിയിരുന്നു. ജഗദാംബിക പാലാണ് ഇതിന്റെ അധ്യക്ഷൻ. ഇവർ ചേരുന്ന യോഗം ഉണ്ട് ഇന്ന് ആണ് ഒരുപക്ഷെ ചിലപ്പോൾ അന്തിമ യോഗമായിരിക്കും ഇന്ന്. എന്നാൽ ഈ യോഗത്തിൽ അംഗങ്ങൾ ഉന്നയിക്കുന്ന ഒരു ആവശ്യം, ഈ വഖഫ് ബിൽ അല്ലെങ്കിൽ ഈ ഭേദഗതി ബിൽ പരിഗണിക്കുന്നതിന് സമയം
സമയം നീട്ടി ചോദിക്കും. അതായത് കരട് റിപ്പോർട്ടാണ് ഇന്ന് ചർച്ചയാവുക. ഈ വെള്ളിയാഴ്ചയാണ് ഈ ഭേദഗതി ബില്ല് സഭയ്ക്ക് മുന്നിൽ, പാർലമെന്റിന് മുന്നിൽ നൽകേണ്ട ദിവസം. ഇതിൽ നിന്നും ദിവസം നീട്ടി ചോദിക്കാൻ, ഈ വെള്ളിയാഴ്ച എന്നത് മറ്റന്നാളാണ്, ഒരു ദിവസം മാത്രമേ ഇനി സമയമുള്ളൂ. അതുകൊണ്ട് ഇത് നീട്ടി ചോദിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം ഇനിയും ഇതിൽ പല രീതിയിലുള്ള പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ വഖഫ് ബില്ലിൽ എതിർപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിക്കുകയും പല ആളുകളെ കാണുകയും വഖഫുമായി ബന്ധപ്പെട്ട വഖഫ് ബോർഡ് അംഗങ്ങളെ കാണുകയും എല്ലാം ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ഒരു ബില്ലിൽ ഒരു അന്തിമ തീരുമാനം എടുക്കും മുൻപേ കൂടുതൽ ചർച്ച ആവശ്യമെന്ന് പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. ഈ ഇരു സഭകളും സമ്മേളിക്കുന്നതിന്, അതായത് ശീതകാല സമ്മേളനം തുടങ്ങുന്നതിന് മുന്നേ ചേർന്ന ഭരണകക്ഷികളും പ്രതിപക്ഷ അംഗങ്ങളും ചേർന്ന സംയുക്ത യോഗത്തിനും ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. വഖഫ് ബില്ലിൽ ഇനിയും സമയം നീട്ടി നൽകണമെന്ന്. ഇതും ഇന്ന് ചർച്ചയാകും. അതോടൊപ്പം തന്നെ ഈ വഖഫ് ഭേദഗതി ബില്ല് പാസ്സാകുകയാണെങ്കിൽ അതിൽ പ്രധാനമായും കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് കൗൺസിലും മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്തണം അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ കേരളത്തിൻ്റെ പ്രതിനിധീകരിക്കുന്ന MP ആയ ഇ.ടി. മുഹമ്മദ് ബഷീർ ആയിരുന്നു ആദ്യം ഒരു എതിർപ്പ് അറിയിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഈ വഖഫ് ബില്ല് എന്ന് പറയുന്നത് കുറച്ചുകൂടി സെൻസിറ്റീവായ ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ വിഷയത്തെ പരിഗണിക്കുന്നത് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗത്തു നിന്നല്ല, സമയമെടുത്ത് ആലോചിച്ച് കൂടിയാലോചനകൾക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലൊരു ബില്ല് അവതരിപ്പിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് കൂടുതൽ സമയം നൽകണമെന്ന ഒരു ആവശ്യവും ഇ.ടി. മുഹമ്മദ് ബഷീർ ഉന്നയിച്ചിരുന്നു. ഇന്ന് ഇതിലൊരു തീരുമാനമാകും. എന്തായാലും ഈ സംയുക്ത പാർലമെന്ററി സമിതിയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് ഭരണപക്ഷത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മെജോറിറ്റിയുടെ അഭിപ്രായമാണ് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ ബില്ലിന്റെ കരടിൽ ഒരു തീരുമാനമുണ്ടാകും. അങ്ങനെ അല്ല എങ്കിൽ വെള്ളിയാഴ്ച കഴിഞ്ഞും തീയതി നീട്ടി നൽകാനാണ് തീരുമാനം. മേബി തീർച്ചയായും പാർലമെന്റിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങളാണ് ഉണ്ടാവാനിരിക്കുന്നത്. വഖഫ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, അത് കേരളത്തെ ഏറ്റവും നേരിട്ട് ബാധിക്കുന്ന സംഭവം കൂടിയാണ്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ തങ്ങൾക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് മുനമ്പത്തുൾപ്പെടെയുള്ള ആളുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട ഒരു വലിയ രീതിയിലുള്ള ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണ് അവരും ആവശ്യപ്പെടുന്നത്. എന്തായാലും വഖഫുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ഒപ്പം തന്നെ മറ്റു നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ, പാർലമെന്റിനെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് അത് അദാനിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകും. ശീതകാല സമ്മേളനം ഒരിക്കലും ഒരു തണുപ്പൻ മട്ടിലായില്ല എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങൾ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളുടെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുക. അനുഷയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.